ഗവി വനമേഖലയിൽ അങ്കണവാടി ജീവനക്കാരി സ്ഥിരമായി യാത്ര ചെയ്യുന്ന വഴി അയാൾ കൃത്യമായി നിരീക്ഷിച്ചു വെച്ചു. 1 കിലോമീറ്ററോളം കാൽനടയായി പിന്തുടർന്നു. വഴിയിൽ വെച്ച് നിർബന്ധിച്ച് കടന്നു പിടിച്ചു. റോഡിൽ നിന്ന് 1 കിലോമീറ്ററോളം വലിച്ചിഴച്ച് വനത്തിനുള്ളിലെ തോട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് യുവതിയുടെ തല തോട്ടിലെ വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് കൊലപാതകം. യുവതി മരിച്ചെന്ന് ഉറപ്പായതോടെ ബസ്സിൽ കയറി രക്ഷപ്പെടുന്നു. ഗവിയിലെ കൊലപാതകം ആസൂത്രിതമെന്നാണ് പോലീസ് കണ്ടെത്തൽ. യുവതിയും പ്രതി വിനോദ് കുമാറും നേരത്തെ അടുപ്പത്തിലായിരുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നുമാണ് വിവരം. കഴുത്ത് ഞെരിച്ച് വെള്ളത്തിൽ മുക്കിക്കൊന്നതാണ് പ്രതിയുടെ മൊഴി. പ്രതി യുവതിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ഇത് സ്ഥിരീകരിക്കാൻ രാസപരിശോധന നടത്താനാണ് തീരുമാനം. ഗവിയിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി നൽകിയ മൊഴി പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. വിശദമായ രാസപരിശോധന നടത്തിയെങ്കിൽ മാത്രമേ യുവതിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാകൂ. ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നെന്ന് പ്രതി വിനോദ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട യുവതി 4 കിലോമീറ്ററോളം വനത്തിലൂടെ സഞ്ചരിച്ചാണ് അംഗൻവാടിയിലെത്തിയിരുന്നത്. ഇത് മനസ്സിലാക്കിയാണ് വിനോദ് കുമാർ യുവതിയെ പിന്തുടർന്ന് കൊലപ്പെടുത്തിയത്. കഴുത്തു ഞെരിച്ച് വെള്ളത്തിൽ തലമുക്കി ക്രൂരമായാണ് പ്രതി കൊലപാതകം നടത്തിയതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. മുമ്പും കൊലപാതകമടക്കം നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയാണ് വിനോദ് കുമാർ. പ്രതി ആസൂത്രിതമായാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതിക്ക് യുവതിയോട് മുൻവൈരാഗ്യമുണ്ടോ എന്ന് വിശദമായി അന്വേഷിക്കും. പ്രതി വിനോദ് കുമാറിനെ മൂഴിയാർ പോലീസ് റാന്നി കോടതിയിൽ ഹാജരാക്കി. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റി. കസ്റ്റഡി അപേക്ഷയും മൂഴിയാർ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.